RJDയുടെ സമുന്നതനായ നേതാവ് പറഞ്ഞത് ഇനിയും ബീഹാറിൽ NDA ആണ് അധികാരത്തിലേറുന്നത് എങ്കിൽ മഹാസഖ്യം പരാജയപ്പെടുന്നുവെങ്കിൽ വലിയ വിപ്ലവം ഉണ്ടാകും. ജൻസി പോരാട്ടത്തിന് ബീഹാർ സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെ, നേപ്പാളിൽ ഉണ്ടായതുപോലെ, ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെയുള്ള കലാപ സമാനമായ സാഹചര്യമായിരിക്കും ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഘട്ടത്തിൽ ഈ വോട്ട് നില മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു, ബീഹാറിലെ ജൻസി കുട്ടികൾക്ക് തന്ത വൈബ് തന്നെയാണ് ഇഷ്ടം എന്ന്. നിതീഷ് കുമാറിനെ തന്നെയാണ് അവർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. നിതീഷ് കുമാർ അങ്കിളല്ല, ടൈഗർ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വിലയിരുത്തൽ എന്ന നിലയിൽ തന്നെ വേണം ഈ പട്ടിക ഇപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഒന്നും രണ്ടുമല്ല, 175 സീറ്റുകൾ എന്ന അങ്ങേയറ്റം ആധികാരികമാകുന്ന കണക്കിലേക്ക് ഇപ്പോൾ NDA എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 175 സീറ്റ്, 2/3 ഭൂരിപക്ഷത്തോടു കൂടി അങ്ങേയറ്റത്തെ മേൽക്കൈ, രാഷ്ട്രീയ എതിരാളികളെ നിലംപരിശാക്കിയുള്ള പടയോട്ടമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കുതിക്കുന്ന NDA, കിതയ്ക്കുന്ന മഹാസഖ്യം, അതാണ് ഏറ്റവും ഒടുവിലത്തെ ഡേറ്റകൾ പുറത്തു വരുന്നത്. കേവലം 62 സീറ്റുകളിലേക്ക് മഹാഗഡ്ബന്ധൻ ചുരുങ്ങിപ്പോകുമ്പോൾ 176 സീറ്റുകളിലേക്ക് ആധികാരികമായി ഞങ്ങളിതാ അധികാരത്തിലേറാൻ പോകുന്നു എന്ന് NDA സഖ്യം വിളിച്ചു പറയുന്നു. ബീഹാറിൽ ആഘോഷത്തിന്റെ സമയമാണ്. JDU ക്യാമ്പുകൾ വലിയ ആഹ്ലാദത്തിലാണ്, BJP ക്യാമ്പുകൾ അതിലേറെ ആഹ്ലാദത്തിലാണ്. ഡൽഹിയിലടക്കം ഇപ്പോൾ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടി BJP നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്, JDU നേതൃത്വം നൽകുന്ന സർക്കാരിന് ബീഹാറിൽ ഒരവസരം കൂടി ബീഹാറിലെ ജനത നൽകുമ്പോൾ അത് ചരിത്രപരമായ മുന്നേറ്റമായി തന്നെ വിലയിരുത്തേണ്ടതായി വരും. JDU എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി അസ്തമിച്ചിട്ടില്ല എന്നും നിതീഷ് കുമാർ എന്നത് രാഷ്ട്രീയത്തിലെ ചാണക്യൻ തന്നെയാണ് എന്നും ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് പോലും ഉയർത്തിക്കാണിക്കപ്പെട്ട ഒരു പേര്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേര്, ലാലു പ്രസാദ് യാദവിനെ കാറിന്റെ മുൻസീറ്റിലിരുത്തി അധികാരത്തിന്റെ ഡ്രൈവിങ്ങിനെ നയിക്കാൻ പഠിപ്പിച്ച നിതീഷ് കുമാർ, പിന്നീട് തെറ്റിപ്പിരിഞ്ഞ നിതീഷ് കുമാർ തന്റെ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ബീഹാറിൽ. നിതീഷ് കുമാർ ഇതാ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇനി അറിയേണ്ടത് അവിടെ BJPയും JDUവും തമ്മിൽ ഒരു വിലപേശലിന് സാധ്യതയുണ്ടോ എന്നതാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെ നമുക്ക് അനുമാനിക്കേണ്ടതില്ല. കാരണം നരേന്ദ്രമോദി സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. 3ാം ടേമിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് JDUവിനെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യതയാണ്. 12 MP-മാരാണ് JDUവിന് ഉള്ളത്. ആ പിന്തുണ എന്നത് നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ പിടക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല. NDA സഖ്യം തന്നെ